ഇന്ന് നമുക്ക് ലോട്ടസ് നട്ടിരിക്കുന്ന ആ ബേസിനൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതൊരു ഒഴുക്കില്ലാത്ത സ്ഥലമല്ലേ, അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്ത് എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഞാനിവിടെ എല്ലാ വാടിത്തുടങ്ങിയ ഇലകളും കട്ട് ചെയ്തു, പൂക്കളും വാടിയതുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കിടക്കുന്ന ഇങ്ങനെ അഴുകി കിടക്കുന്ന ഇലകളും ഒക്കെ കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു താമരയുണ്ട്, അതും ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യണം. പിന്നെ ഇതിനകത്ത് ഫിഷിനെ ഇട്ടിട്ടുണ്ട്, ഗപ്പി കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്കിറ്റോയുടെ ശല്യം ഉണ്ടാവാതിരിക്കാനാണ്, അല്ലെങ്കിൽ അത് ലാർവേ വളരും അതിൽ, അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം മാറ്റി കൊടുക്കുകയും വേണം. ഇപ്പോൾ മഴ ആയതുകൊണ്ട് കുഴപ്പമില്ലാതെ കുത്തി കുത്തി പുറത്തോട്ട് പോകുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇടയ്ക്കൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. എന്നിട്ട് പുതിയ കിണറ്റിലെ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ കിണർ വെള്ളം തന്നെയാണ് നല്ലത്, ക്ലോറിൻ അടങ്ങാത്ത വെള്ളമായതുകൊണ്ട്. അതുപോലെ തന്നെ ഇതിൽ അസോള ഇട്ട് കൊടുക്കും. അതിന് മോസ്കിറ്റോ ഫേൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിട്ട് കൊടുത്താലും ഈ കൊതുകിൻ്റെ ശല്യം കുറയും. ഈ അസോള ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ പൊങ്ങി നിറഞ്ഞ് കിടക്കുന്നതുകൊണ്ട് കൊതുകിൻ്റെ ലാവേ വളരില്ല. അപ്പോൾ ഇത് പുതിയ താമര ആയതുകൊണ്ട് ഞാനതൊന്നും ചെയ്യുന്നില്ല, അതിൻ്റെ ഒന്നും കളയുന്നില്ല. ഇതിൽ നിന്ന് കുറച്ച് അസോള എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ സ്പ്രെഡായി പടർന്ന് വന്നോളും. താമരയിൽ കൂടുമ്പോൾ അസോള പോവും, അതിനാണ് ഫിഷ് ഇട്ടിരിക്കുന്നത്. ഇവിടെ 2 പുതിയ താമര മുട്ടുകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ സൈഡിലെ ഇല മാത്രം ഞാൻ കളയാഞ്ഞത്. കാരണം എപ്പോഴും ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒരു താമര ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു ഇല അവിടെ ഉണ്ടാവും ആദ്യം തന്നെ, അതിനൊരു പ്രൊട്ടക്ഷൻ മാതിരി. അപ്പോൾ ആ ഇല ഞാൻ കളയാറില്ല, ഞാൻ എപ്പോഴും അത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ നിലത്ത് കിടക്കണ ഇലയും കൂടെ എടുത്ത് കളഞ്ഞാൽ മതി, അപ്പോൾ ആ സൈഡൊന്ന് വൃത്തിയാവും. അപ്പോൾ ഇതാണ് ഞാൻ പറിച്ചെടുത്ത ആ താമര. ഇത് പിങ്ക് ക്ലൗഡാണ്, നിറച്ച് പെറ്റൽസ് ഉള്ളൊരു താമരയാണ്. അപ്പോൾ ഇപ്പോൾ നല്ല മഴയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.